മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരത. വർക്കലയിൽ 95 വയസ്സുള്ള അമ്മയെ മകൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വിസ്മയാന്യൂസിന്. വർക്കല ചെമ്മരുതി 12-ാം വാർഡിൽ വടശ്ശേരിക്കോണം പള്ളിക്ക് സമീപമുള്ള വീട്ടിലാണ് സംഭവം. നടക്കാൻ പോലും കഴിയാത്ത വയോധികയെ മകൾ ക്രൂരമായി ഉപദ്രവിക്കുന്നത്. ഇതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ വിസ്മയാന്യൂസിന് ലഭിച്ചു. അവർക്ക് ആ ജോലി കൊടുത്തിട്ടില്ല, അവർക്ക് നിങ്ങളെ കുട്ടികളുടെ ജോലി കൊടുത്തിട്ടില്ല. നീ പോയി തൊലഞ്ഞോ തന്നെ പോയി ചാക്കാട് ഇതാണ് വന്നിരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് ഇവിടെ കയറുന്നത് നീ എന്തോ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ നിന്റെ തന്തയുണ്ട് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് തന്തയുണ്ടായിരുന്നു, നാണു കൊണ്ടാണ് അവൻ കെട്ടിയനായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അയാൾ പറഞ്ഞായിരുന്നു നീ നാണു വഴി ഇവിടെ ഇവിടെ പറ്റിയതാണ് വഴി. നീ എവിടെ പോയി തൊലേ. എനിക്ക് നീ ഇത് പറഞ്ഞിട്ട് നാളെ പോയിട്ട് പിന്നെ ഇന്ന് നിന്റെ തന്തയുടെ വീടെന്ന് പറഞ്ഞോ. ഇതിനകത്ത് കയറിയിട്ടത് നീ ഞാൻ പോയാൽ ഇതിനകത്ത് ഈ കിളവിയെ കെട്ടത് കേട്ടോ. രാത്രി ആകുമ്പോ നീ ആ വീട്ടിൽ നിരങ്ങാൻ കിടക്കുന്നത്. അത് മഴ പെയ്യുന്നോ മഴ പെയ്തില്ലെങ്കിൽ ഇറക്കി വിട്ടത് തെണ്ടി പറ്റി അങ്ങോട്ട് വന്നിട്ട് അവിടെ ഇരിക്കണം. അവിടെ ഇരിക്കേ നാം ഇറങ്ങിയാലും മനുഷ്യ നിരക്കാൻ കട്ടുകൊടുക്കുന്നുള്ളൂ നാശവും. ഞാൻ അങ്ങോട്ട് കയറി പോകുന്ന ചൗപ്പറ്റിയായിരിക്കും. അവിടെ ആ വഴി ഇവിടെ ഇരിക്കായിരുന്നു. അവിടെ ഇവിടെ ഇനി മേലെ ഇവിടെ വന്ന നിന്റെ ചൗപ്പറ്റി ഞാൻ കാര്യം വെട്ടി നോക്കിയിട്ടു. ഇതിനകത്ത് ഇറങ്ങി നിന്റെ പന്ത ഉണ്ടാക്കിയൊന്നും അല്ല. ഞാൻ കാണൂല. ഇത് ഇങ്ങനെ ഇന്ന് വന്ന എന്തിനും ആരെ കാണാനില്ല. അവിടെ ഇരിക്കാൻ മതി. അവിടെ ഇവിടെ ഞാൻ ചവിട്ടി നിന്റെ വാങ്ങി അങ്ങോട്ട് നിന്റെ അടുത്ത് തന്നെ വരുന്നത്. നീ ഇവിടെ വന്ന് ഇരി വെച്ച നീ ആ കറ നോക്കിയിട്ട് ശല്യം തന്നെ. എന്ന് രാത്രി ഇവിടെ എന്തിനു വരുന്നത്? അറിയപ്പൊടി അറിയപ്പൊടി സംഭവത്തിൽ പ്രദേശത്തെ വാർഡ് മെമ്പർ വിസ്മയാന്യൂസിനോട് പ്രതികരിക്കുന്നു. നമസ്കാരം, രാകേഷ് അല്ലേ? അതെ. ഓക്കെ, നിങ്ങളുടെ 12-ാം വാർഡില് ഒരു കൗസല്യ എന്ന് പറഞ്ഞിട്ട് വടശ്ശേരിക്കോണം പള്ളിയുടെ മുന്നിലുള്ള ഒരു അമ്മയെ അവിടെ വീട്ടിലുള്ളവർ ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടായിരുന്ന വിഷയം? അതെ സാർ, അത് ശ്രദ്ധയിൽപ്പെട്ട വിഷയമാണ്. അത് ഇപ്പം ഞാനൊരു 3-4 ദിവസം മുമ്പും ആ വീട്ടിൽ പോവുകയും പിന്നെ ഇന്നലെ വീണ്ടും ആ വീട്ടിൽ പോവുകയും അവരെ വീട്ടുകാരുമായിട്ട് ഞാൻ സംസാരിക്കുകയും ചെയ്തൊരു വിഷയമാണത്. വീട്ടുകാരുമായിട്ടും അവരുടെ സ്വന്തക്കാരുമായിട്ട് സംസാരിക്കുകയും അതിൽ എന്ന് പറയുന്ന അമ്മയുടെ മകളൊരു വീഡിയോ അല്ലേ അത്? അതെ. ഇത് എന്നായി സംഭവം നടന്നതെന്നറിയോ? അത് ഇന്നലെ രാത്രിയാണ്. ഇന്നലെ രാത്രിയാണ്. അതായത് 3 ദിവസം മുൻപേ ഈ വീട്ടിൽ പ്രശ്നമുണ്ട്. നിങ്ങൾ 3 ദിവസമായിട്ട് അവിടെ പോകുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ വിഷയം നടന്നത് അല്ലേ? അല്ല, ഇത് 3 ദിവസം മുമ്പുള്ള വിഷയം മാത്രമല്ല. ഈ പറയുന്ന വീട്ടിൽ കുറച്ച് നാളുകൾക്ക് മുമ്പും ഈ പറയുന്ന അമ്മേനെ ഇവരാരും നോക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഈ പറയുന്ന കണക്ക് ഒരു മോൻ മാത്രമേ ഈ അമ്മയെ നോക്കുന്നുള്ളായിരുന്നു. ബാക്കിയുള്ള മക്കൾ ആരും നോക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു മോൻ തിലകൻ എന്ന് പറയുന്ന ഒരു പുള്ളി മാത്രമായിരുന്നു ഈ അമ്മയെ നോക്കിക്കൊണ്ടിരുന്നത്. ബാക്കിയുള്ള 3 മക്കളും നോക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഈ പറയുന്ന കണക്ക് കളക്ടർ ഓഫീസിലൊക്കെ പോയി 4 മക്കളും അമ്മയെ തുല്യമായിട്ട് നോക്കണം എന്നുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതിലെല്ലാം ഞാൻ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ഒരു വിഷയമാണിത്. അപ്പോഴാണ് ഇപ്പം വീണ്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഓക്കെ, അപ്പൊ ഈ സംഭവം ബന്ധപ്പെട്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന എല്ലാവരെയും അവരെ ബന്ധുക്കളായിട്ട് ഇന്നലെ അവരെ ബന്ധുക്കളും സ്വന്തക്കാരെ എല്ലാവരെയും വിളിച്ചു വരുത്തുകയും ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് അവരെല്ലാവരും വിളിച്ച് സംസാരിക്കുക. അപ്പം അതിൽ വ്യക്തമായിട്ടുള്ള രീതിയിൽ അവരെന്താണെന്നുള്ളത് നോക്കി ബന്ധുക്കൾ ഇടപെടാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതേപോലെ തന്നെ നമ്മളെ പഞ്ചായത്തിൽ ഈ വിഷയം പഞ്ചായത്തിലും അറിയിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മളെ പഞ്ചായത്തിലുള്ള രീതിയിൽ അവിടെ നിന്ന് നമ്മളൊരു പരാതി കൊടുക്കാനും തയ്യാറായിട്ടിരിക്കുകയാണ്. നിയമപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഇരിക്കുന്ന ഒരു വിഷയമാണിത്. ഇന്നിപ്പോ മെമ്പർ അവിടെ പോയിരുന്നോ? ഇന്ന് രാവിലെയും പോയിരുന്നു. ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ടോ അവിടെ? ബന്ധുക്കള് ഇന്ന് ഈ പറയുന്ന കണക്ക് ഇന്നലെ വൈകുന്നേരം ബന്ധുക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയും ഞാൻ ചെന്ന സമയത്ത് 2-3 പേരുണ്ടായിരുന്നു അവിടെ. ശരി ശരി, ഓക്കെ, ഇന്നലെ അവരെ ബന്ധുക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു.